ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ ശേഷം കടന്നു കളയുന്നവരെ പിടികൂടാൻ അവരുടെ മാതൃരാജ്യങ്ങളിലെ നിയമ സംവിധാനങ്ങളുമായി ധാരണ സബാനെ ഞാൻ കുറെ വിളിച്ചായിരുന്നു. മടച്ചേട്ടാ, ഞാനൊരു മീറ്റിങ്ങിനിടയിലായിരുന്നോണ്ടാ. ഇനി നീ വിചാരിച്ചാലേ ഞാൻ ഈ കുരുക്കിന്ന് കര കയറുള്ളൂ. ശ്രീധരേട്ടാ, എനിക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞാൻ ആകെ ടൈറ്റില്ല. നിങ്ങളോടൊക്കെ അല്ലടാ എനിക്ക് ചോദിക്കാൻ പറ്റൂ. പണ്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തതൊന്നും മറന്നിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ വേറെന്തും സഹിക്കാം, പക്ഷെ മാനക്കേട് സഹിക്കാൻ എന്നെ ഒന്ന് രക്ഷിക്കടാ. ഞാൻ പറഞ്ഞില്ല ശ്രീധരേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ ഇരിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിന്റെ ഇടയ്ക്കാണ്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. ഓക്കെ, സാരമില്ല. റിപ്പീറ്റ്. ശ്രീധരേട്ടാ, KTT ക്ലിപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കണം. എത്ര വിശ്വാസമുള്ളവരാണെങ്കിലും അനാവശ്യമായ പൈസ കളിക്ക് നിൽക്കണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ, നിങ്ങൾ കേട്ടില്ല. ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും ക്യാഷ് കണ്ടെത്തി ആ ചെക്ക് കേസ് തീർക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണെങ്കിൽ പണ്ടെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതിൻ്റെ നന്ദിയുള്ളതുകൊണ്ട് പറയുക, എത്രയും പെട്ടെന്ന് സ്കൂട്ട് അയക്കൂ. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ അറസ്റ്റ് ഉണ്ടാവും. ശ്രീധരേട്ടാ, ചേട്ടാ, ശ്രീധരേട്ടാ, ഇതെന്തോന്ന് ബാർ സെറ്റപ്പോ? എന്താ ഇതൊക്കെ? അടിക്കുന്നോ? ഒരു 30 അടിക്കല്ലേ? അയ്യോ ചേട്ടാ, കത്തി! എല്ലാരും കൂടെ എന്നെ പൊതുപ്പിച്ച് കിടത്തിട്ട് കണ്ണു തക്കാൻ വന്നിരിക്കുന്നല്ലടാ. നീയും കൂടെ അറിഞ്ഞോണ്ടല്ലടാ എന്നെ ഈ ആപത്തിൽ കൊണ്ടുപോയി. ഞാനല്ലോ സഞ്ജയ് സാർ പറഞ്ഞിട്ടില്ല ഇതൊക്കെ ചെയ്തത്. ശ്രീധരേട്ടാ, അപ്പൊ ശ്രീധരേട്ടാ, പോലീസ് എപ്പോ വേണമെങ്കിലും വരും. ശ്രീധരേട്ടാ, ഞാനൊന്നും എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല, പക്ഷെ അവനെ ഞാൻ വിടില്ല. മാടായി അവനെ അറിയില്ല, ചെന്ന് പറഞ്ഞേക്ക്. പോടാ. മനോജേട്ടാ, പേരെഴുതിയായിരുന്നോ? എഴുതിയിട്ടുണ്ട്. 700 മതി. അല്ല, ആ അളക്കണ നിങ്ങളുടെ കുടുംബസ്ഥലം വിൽക്കാൻ പോവാണോ? അതിനെപ്പറ്റി എനിക്കറിയില്ല, ഇക്കൊക്കെ അറിയാവൂ. അവിടെ നൗഷാദും ആളുകാരും ഗോപിയേട്ടും സൈസാറൊക്കെ നിൽക്കണുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാ. ഇത് വൈകിട്ടേ മുറിക്കുന്നുള്ളെങ്കിൽ ഫ്രിഡ്ജിൽ എന്നാ ഇറങ്ങട്ടെ. സഞ്ജയ് സാർ, സർ ആക്ച്വലി എന്റെ ജോബ് ഡിസ്ക്രിപ്ഷന്റെ ഭാഗം പോലും അല്ല സർ. സർ പോലീസ് സ്റ്റേഷനിൽ പോകാന്നൊക്കെ പറയുന്നത്. സർ യു കുഡ് ആക്ച്വലി സെൻഡ് സമൺ എൽസ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാം നശിപ്പിച്ചപ്പോ സമാധാനം നിൽക്ക്. ഞാൻ പറഞ്ഞ കേൾക്കില്ലേ? പൊട്ട് സർ, പൊട്ട് പൊട്ട് പൊട്ട്. أيوة هنا شعر. सर बोल ली। मुझे अरबी नहीं मालूम। केरला? यस। तबग़ी मुतर्जमा? हाँ। प्लीज सिट।
Sudhir, where are you? Somebody need translation. Okay, I will send them up. സുധീർ സാറേ, എന്റെ ഭർത്താവ് നിരപരാധിയാണ് സാറേ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ സമാധാനമായിട്ടിരിക്കേ. ഇവിടെ തെറ്റ് ചെയ്യാത്ത ഒരാളും ശിക്ഷിക്കപ്പെടില്ല. നിങ്ങളെ ഭർത്താവ് നിരപരാധിയാണെങ്കിൽ എന്തായാലും രക്ഷപ്പെടും, ഉറപ്പ്. എല്ലാ സഞ്ജയാണ്, ഓ കുടുക്കിയതാണ് സാറേ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. പാവാണ് എന്റെ ഇക്ക, ഹാർട്ടിന് അസുഖമുണ്ട്, ജയിലിലടക്കല്ലെന്ന് പറ സാറ്. എന്തേലും ചെയ്ത് ഓരോ ഇടുന്ന് വീട് സാറേ. അപ്പൊ അയാൾ വരുന്നില്ലേ? കണ്ടില്ലേ അയാളൊരു ജോലിയിലിരിക്കുന്നത്. നീ ഇങ്ങനൊരു പേടിത്തൊണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ആ സാധനം അവിടെ കൊടുത്തിട്ട് പുറത്തേക്ക്, ബാക്കിയൊക്കെ സുധീർ സാർ ചെയ്തോളൂ. വാ. അറബി പറയേണ്ടി വരുമോ? അല്ല, പറയേണ്ടി വന്നാ വാദി പ്രതിയാവേ. അതാ നടക്കടാമുണ്ട് സാറേ, എനിക്ക് ഇന്നൊരു പരിഹാരം കണ്ടെത്തി തന്നെ സാറേ. ഓൻ ഒറ്റൊരുത്തന്നെ എന്റെ ജീവിതം തൊളിച്ചു കളഞ്ഞത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലാതാവും സാറേ. ഇപ്പോഴും ഇവിടെ അകത്ത് തന്നെ ഇത്തവണ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പുറത്ത് ഇപ്പോഴൊന്നും ആയിട്ടില്ല. അബോക്കെ പോണേണല്ലേ? എന്റെ ഷമീറെ, ഞാൻ സുധീർ സാറിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പുള്ളി വേണ്ടത് ചെയ്യും. ഇങ്ങനെ പേടിക്കാതിരി. ഇടാ, നിനക്കറിയാവല്ലോ ഇന്നത്തെ ദിവസം ആകെ കുഴപ്പം പിടിച്ച ദിവസമാ. ഞാൻ ആദ്യം ശ്രീധരേട്ടനെ പോയി ഒന്ന് കണ്ടിട്ട് അയാൾ തരാമെന്ന് പറഞ്ഞ കാശൊന്ന് മേടിക്കട്ടെ. അത് മാത്രമല്ല, അബുദാബിയും കഴിഞ്ഞ് ബോർഡറിൽ പോയി ലോഡ് ഇറക്കിയിട്ട് വേണം എനിക്ക് തിരിച്ചു വരാൻ. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് നിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്ക്. വാ, ഇവരൊന്നും ശരിയാക്കാം.